വരൂ വരൂ ട്രോൾ ചെയ്യൂ ട്രോൾ ചെയ്യൂ. ആരാണ് ഞങ്ങളുടെ സുരേഷ് ചേട്ടനെ ട്രോൾ ചെയ്തത്? സുരേഷ് ചേട്ടൻ പണ്ടപ്പോയോ പറഞ്ഞു തൃശ്ശൂർ, ഞാൻ ഇങ്ങ് എടുക്കുക. എനിക്ക് തൃശ്ശൂർ വേണം. 2 പ്രാവശ്യം തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരിലുള്ള ആളുകൾ കൊടുത്തില്ല. മൂന്നാമതും ചോദിച്ചപ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ലോകസഭ സീറ്റ് താമരക്ക് കിട്ടിയിരിക്കുകയാണ്. അത് മറ്റെവിടെയുമല്ല, തൃശ്ശൂരാണ്. ഇപ്പൊ തൃശ്ശൂരുള്ള സംഖ്യകളുടെ ആഘോഷം എന്താണെന്ന് കാണാം. അപ്പൊ കേരളത്തിൽ താമര വിരിയിപ്പിച്ചത് ആരാണെന്ന് കാണണ്ടേ? വി.ഡി. സതീശൻ അണ്ണനോട് ചോദിച്ചു നോക്കാം. അണ്ണാ, എന്താ ഇവിടെ സംഭവിക്കുന്നത്? കേരളത്തിൽ താമരയൊക്കെ വരുന്നു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ബിജെപിക്ക് ജയിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ബിജെപിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാരാ? CPM ആണോ? അങ്ങനെയാണ് സതീഷ് അണ്ണൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. CPM വോട്ടൊന്നും അവിടുന്ന് എവിടെയും പോയതായിട്ട് കാണുന്നില്ല. വോട്ട് മൊത്തം പോയിട്ടുള്ളത് നിങ്ങളതാണ്. കോൺഗ്രസിന്റെ വോട്ടാണ് മൊത്തം ബിജെപിക്ക് മാറിയിട്ട് സുരേഷ് ചേട്ടൻ ജയിച്ചത്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളി. സുരേഷ് ചേട്ടൻ എന്തായാലും ജയിച്ച്, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ പറ്റും. കാരണം സുരേഷ് ചേട്ടൻ ജയിച്ചു, അതാണ് സത്യാവസ്ഥ. സുരേഷ് ചേട്ടനോട് 2 വാക്ക് ചോദിച്ചു നോക്കാം. സുരേഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വമ്പിച്ച എണ്ണത്തിൽ 2 കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 2 കക്ഷിയിലുള്ള വോട്ടർമാരെ നിങ്ങൾക്ക് ലഭിച്ചത് നോർത്ത് ഇന്ത്യ ചെയ്തതിന്റെ ബലമായിട്ടൊന്നുമല്ല, നിങ്ങളോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. അത് തല്ലിക്കെടുത്താതെ ഭരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളോടുള്ള വിശ്വാസത്തിലാണ് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കണേ കേട്ടോ ഭരിക്കുമ്പോ. അവരൊന്നും പക്ഷേ എന്റെ പാർട്ടിക്ക് നൽകിയ വോട്ടല്ല അത്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ താമര വിരിഞ്ഞിട്ടില്ല. ഇപ്പൊ ജയിച്ചത് സുരേഷ് ചേട്ടനാണ്. സുരേഷ് ചേട്ടൻ നിന്ന ചിഹ്നം താമരയായിപ്പോയി. ആ ഒരൊറ്റ പ്രശ്നം നമ്മളിപ്പോ കാണുന്നുള്ളൂ മലയാളികൾ. അത് കാണേണ്ട ആവശ്യമില്ല. കാരണം സുരേഷ് ചേട്ടൻ അത്യാവശ്യം നല്ലൊരാളാണ്. പക്ഷേ ഡ്രൈവറിനൊക്കെ തല്ലിയിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക്, അല്ലെ സുരേഷ് ചേട്ടാ? ആ പാവം ഡ്രൈവർ സുരേഷ് ചേട്ടനെ പൊക്കി അടിച്ചതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അല്ലേ, വലിയൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. സുരേഷ് ചേട്ടൻ ഭയങ്കരമായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവർ തന്നെ സുരേഷ് ചേട്ടൻ തല്ലി. അത് പ്രശ്നമൊന്നുമല്ല, തല്ല് കൊള്ളേണ്ടവന് തല്ല് കൊള്ളൻ ചെയ്യണം. കേരളത്തിൽ സംഘികൾക്ക് ഒരു സീറ്റ് കിട്ടിയല്ലോ, പിന്നെ സംഘികൾ അടങ്ങി നിൽക്കുവോ? അടങ്ങി ഒരിക്കലും നിൽക്കൂല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മീഡിയ 1 ഓഫീസ് ആക്രമിക്കാൻ വേണ്ടി ഒരു കൂട്ടം സംഘികൾ പോയത്. മീഡിയ 1 ഓഫീസിന്റെ അടുത്തെത്തിയ പാട് തന്നെ ചെയ്തത് എന്താണെന്നറിയോ? അവിടുത്തെ ഗേറ്റ് ചവിട്ടി അങ്ങ് തുറന്ന്, പിന്നെ ഫുള്ള് സംഘികൾ ഫയർ ആണ്. 2 അടിച്ചിട്ടൊക്കെ അല്ലേ പോയത്. അപ്പോ ആ പവർ ഉണ്ടാവുമല്ലോ. പിന്നെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ കാണിച്ചു തരാം. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് സീറ്റായി. അപ്പോ ഇനി അവരുടെ പണി അവർ തുടങ്ങും. അവരിപ്പോ നോർത്ത് ഇന്ത്യയിൽ ആക്കിയ പോലെ തന്നെ ഈ കേരളത്തിലാക്കാനൊന്നും പറ്റൂല. പക്ഷേ അവര് പ്രശ്നം ഉണ്ടാക്കും, അത് വേറെ കാര്യം. അവർക്ക് ഒരു സീറ്റായല്ലോ, അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേറെ പോണോ? എന്താ പറഞ്ഞത് അയാളല്ലേ? എന്താ പറഞ്ഞത്? ഒന്നുകൂടി വെച്ചത് ഓഫാക്കട അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അത് സ്പീഡിൽ പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. സംഖ്യകളൊക്കെ അടിച്ച് പൂസായിട്ട് ആരാ വരുന്നത് അവരെ ചാമ്പാൻ നിൽക്കുകയാണ്. എന്തായാലും സുരേഷ് ചേട്ടാ, നിങ്ങൾ കാരണം നമ്മളെ കേരളത്തിന്റെ ക്രമസമാധാനം തകരാൻ ചാൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ സംഖ്യക്കുട്ടന്മാർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള ആവേശമാണ് കാണുന്നത്. തൃശ്ശൂര് ആദ്യമായിട്ടാണ് സീറ്റ് കിട്ടുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ലോക്സഭാ സീറ്റ് കിട്ടി. അപ്പോ അതിന്റെ ആഘോഷം അവരെന്തായാലും കാണിക്കട്ടെ. കാണിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പൊ അവർക്ക് ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. എന്തായാലും നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊന്നും കളിക്കുന്നത് പോലെ കേരളത്തിൽ കളിക്കാൻ നിൽക്കണ്ട. കേരളത്തിലുള്ള ആളുകൾ വളരെ ബുദ്ധിമാന്മാരാണ്. നിങ്ങളെ ഇന്ന് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ തോൽപ്പിക്കാനും മടിയില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് വർഗീയതൊന്നും പറയാതെ നല്ല രീതിയിൽ ഭരിക്കുക.